നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എനിക്ക് പണ്ട് പള്ളിക്കൂടത്തിൽ പഠിച്ചപ്പോൾ കുറേ സർട്ടിഫിക്കറ്റ് കിട്ടിയതൊക്കെ ഞാൻ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താ അത് വേണമെങ്കിൽ അതിൽ നിന്ന് എടുത്തോ. ക്ലീറ്റോ കളിക്കല്ലേ ക്ലീറ്റോ. അതക്കൂടെ വിടാം. അത് എഴുതുന്നത് എന്താന്ന് പറഞ്ഞു എഴുത്, ഇല്ലെങ്കിൽ അത് മനസ്സിലാവൂല. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാൻ. ഞാൻ ഇവിടെ ശ്രദ്ധിക്കാം. നീ പറ എന്താണ് ക്ലീറ്റോ കല്യാണ സർട്ടിഫിക്കറ്റ് വേണോന്ന്. കല്യാണ സർട്ടിഫിക്കറ്റ്? ആരുടെ കല്യാണ സർട്ടിഫിക്കറ്റ് വേണമെന്ന്? നിനക്ക് എന്തിന്റെ കുഴപ്പം? നമ്മൾ രണ്ടുപേരും കൂടി കല്യാണം കഴിച്ച സർട്ടിഫിക്കറ്റ് വേണോന്ന്. നമ്മള് കല്യാണം കഴിച്ചിട്ടുണ്ടോ? മാരേജ് സർട്ടിഫിക്കറ്റ് അതാണല്ലോ നീ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിനക്ക് അതുകൊണ്ട് എന്താണ് അത്യാവശ്യം? ആരെങ്കിലും പറഞ്ഞാ നീ എന്റെ ഭാര്യയല്ലെന്ന്, അല്ലെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? അത്യാവശ്യം വരുമ്പോഴാണോ ക്ലീറ്റോ ഒരു സാധനം മേടിക്കുന്നത്? മരിച്ചു കിടക്കുമ്പോഴാണോ ശവപ്പെട്ടി ഓടിക്കാൻ? പിന്നെ ശവപ്പെട്ടിയും മാടിച്ച് കുഴി എടുത്ത് വെച്ചിട്ടാണ് മരിക്കണ എല്ലാരും? അതല്ല ഞാൻ പറഞ്ഞത്. നമുക്കൊരു അത്യാവശ്യം. എന്താണ് സത്യത്തില് നിനക്ക് എന്തോ കനകം പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം അറിഞ്ഞത്. ഈ പറയുന്ന പോലെ ഇപ്പൊ ഈ പള്ളി എങ്ങനെ മറ്റേ രജിസ്റ്ററിന്റെ അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ ഭർത്താവിന്റെ വീട്ടുകാര് അവർക്ക് ഇത് കൊടുക്കുന്നില്ല, സ്വത്ത് കൊടുക്കണില്ല. എന്ത് ചെയ്യും? അങ്ങനെ എങ്ങാനും എനിക്ക് വന്ന ഭയങ്കര പ്ലാനിങ് ആണ്. ആങ്ങളെയും പെങ്ങളെയും കൂടെ എന്നെ കൊന്നിട്ട് എന്റെ സ്വത്തിന്റെ വീതം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലേ? എന്തൊരു ചിന്തയാണ് നിങ്ങളെയൊക്കെ. അതല്ല പറഞ്ഞത്. നീ മരിച്ചുപോയാൽ അങ്ങ് പോകുമ്പോ അത്രേ ഉള്ളൂ. ഓരോ ആവശ്യമായിട്ട് പഞ്ചായത്തിൽ ചെന്നിട്ട് യവന്മാരാകുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ. എല്ലാം നമ്മളെ പാർട്ടിക്ക് എതിരായിട്ടുള്ളവന്മാരാണ് അവിടെ ഇരിക്കണം. പിന്നെ ഞാൻ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും ഇങ്ങനെ അവൻ്റെയൊക്കെ മുമ്പ് പോയി നിൽക്കാന്ന് പറഞ്ഞാൽ അടുത്ത ഭരണം നമ്മുടേതായിരിക്കും. അത് വന്നു കഴിയുമ്പോൾ സാധനം നമ്മളെ വീട്ടിലിതായി മേശപ്പുറത്ത് കൊണ്ട് വെച്ച് തരും. അപ്പൊ പിന്നെ നമ്മൾ കല്യാണം കഴിച്ചു എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് ഒരിക്കലും കിട്ടാൻ പോണില്ല. അല്ല, അപ്പൊ നിങ്ങൾ നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ലേ? പഠിത്തത്തിൽ എന്തൊരു ശ്രദ്ധ നോക്കിയാണ് ഇങ്ങനെ തന്നെ പഠിക്കണം. ബുക്കിൽ നോക്കി അങ്ങോട്ട് എഴുതടാ. കല്യാണം കഴിഞ്ഞ ഇത് എന്നതാ അങ്ങോട്ട് പഠിക്കണം. അത് പഠിക്കണം, ശ്രദ്ധിക്കും കേട്ടാ. ഇതെന്താ എഴുതി വെച്ചേക്കണത്? 2 1 4 നന്നായിരിക്കണം. ഈ പേജിന് മര്യാദക്ക് എഴുത്. എവൻ്റെ പൈസ കൊടുത്താൽ അത് ഇരട്ടിപ്പിച്ച് തരും. ഇങ്ങനെ കണക്ക് പഠിക്കണേ.